ഹായ്, കുറച്ച് ദിവസമായിട്ട് തുടരെ മഴയാണ്. അപ്പം ഞാൻ ഈ മഴക്കാലത്ത് നമ്മുടെ ചൊമ്പച്ചീര എങ്ങനെ നടാം എന്നുള്ളതാണ് നമുക്ക് വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നട്ട രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ കുരു പാവി ഒരു വേറെ പാത്രത്തിലാണ് വെച്ചിരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പറിച്ച് കാഞ്ഞിട്ടാണ് ഇതിൽ നട്ടിട്ടുള്ളത്. ഈ പറിച്ച് നടുമ്പോൾ എന്താ ചെയ്യണത്? ആദ്യം ചെയ്യണത് ഗ്രോ ബാഗ് എടുത്തു കഴിഞ്ഞാൽ മണ്ണും ചാണപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസായിട്ട് ഒരു അര ഗ്രോ ബാഗ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ തൈകൾ പറിച്ച് നടാനായിട്ട്. അപ്പോൾ അതേ തൈകൾ പറിച്ച് ഞാൻ നട്ടു. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, ഒരു കേടുപാടുകളില്ലാതെ തന്നെ. പിന്നെ നമുക്കിതിൽ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞ് എടുത്തു തുടങ്ങാം. ഈ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ഇതളുകൾ പൊട്ടിങ്ങാഞ്ഞിട്ട് കൂടുതലായിട്ട് വരും. അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ ചുമന്ന ചീര പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ നമ്മുടെ സെൻസൈഡിൻ്റെ താഴത്തുനിന്ന് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ വെയിൽ കിട്ടും വേണം, എന്നാൽ മഴ കൊള്ളാനും പാടില്ല. അങ്ങനെയാണ് ഞാൻ സെൻസൈഡിൻ്റെ താഴത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെ വളർത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ ഇടണം. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചുമപ്പച്ചീര മഴക്കാലത്തും നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ ചെയ്യാം. ഇതാ കണ്ട, ഇപ്പം നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ ചുമപ്പച്ചീര. അല്ല, പച്ചച്ചീര എന്തായാലും വർഷക്കാലത്ത് ഉണ്ടാവും, ചുമപ്പച്ചീര ഉണ്ടാകാൻ കുറച്ച് പാടാം. അപ്പോൾ അതാണ് ഈ ചുമപ്പച്ചീര ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ചാണം ഇതിന് നന്നായിട്ട് കൊടുക്കട്ടോ. ചാണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാലും മതി. രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പം നല്ല രീതിയിൽ വളർന്ന് കിട്ടും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവരും ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതാണ്. നമ്മുടെ അടുക്കളയിലേക്ക് ഏറ്റവും നല്ല ആവശ്യമുള്ള സാധനമല്ലേ, ചീരക്കറി കൂട്ടി കഴിക്കാം. ശരി എന്നാലും ഓക്കെ.